ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആനിമേഷൻസ് ഒക്കെ ഇല്ലേ, നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാം. ഈ ആനിമേഷൻസൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതെ, ഒരു സെക്കൻഡ്, ആൽബി വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്ത് ഫസ്റ്റ് നമ്മൾ കാണിച്ച ആനിമേഷൻ കൊടുക്കേണ്ട വീഡിയോ ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ആനിമേഷൻ കൊടുക്കേണ്ട വീഡിയോ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയർ എടുക്കുക. ലെയർ എടുക്കുമ്പോഴത്തേക്ക് ഇമേജ് മീഡിയ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ സംഭവം ആഡ് ചെയ്തിടുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോയും മറ്റേ ഗ്രീൻ സ്ക്രീനും ഒപ്പത്തിന് വെക്കുക, കറക്റ്റ് ലെവലിൽ ചെയ്ത് വെക്കുക. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ടും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ഗ്രീൻ സ്ക്രീൻ മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ എങ്ങനെയാണ് മാറ്റുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഗ്രീൻ സ്ക്രീൻ അത് ക്ലിക്ക് ചെയ്യുക. ഗ്രീൻ സ്ക്രീനിനായിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രോമ കീ എന്ന് പറയുന്ന സംഭവമുണ്ട്, ക്രോമ കീ എന്ന് പറയുന്നത് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ആയി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പവർ ഡയറ്റിൽ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഇത്. പവർ ഡയറ്റിൽ ഇതിലും പാടാണ്. ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കറക്റ്റായി. ഇനി നമുക്ക് ഈ ഒരു ഇതിനകത്ത് നമ്മുടെ ഇമേജ് കൊടുക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് വണ്ണായിട്ട് ചെയ്യേണ്ടത് ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെയും നമ്മുടെ ആനിമേഷൻ്റെയും സംഭവത്തിന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇനി ഫോട്ടോയുടെ സൈസ് കുറയ്ക്കണം. ഫോട്ടോയുടെ സൈസ് കുറച്ചിട്ട് ഇതിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ ഫോട്ടോ ഇരിക്കുന്നത്. നമ്മളിനി ചെയ്യേണ്ടത് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാസ്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുറേ ഷേപ്പൊക്കെ വരും. ആ ഷേപ്പൊക്കെ നമുക്ക് കൊടുക്കണം. നമുക്ക് കൊടുക്കേണ്ട ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പാണ്. അങ്ങനെ നമ്മുടെ ആ ഫോട്ടോ റൗണ്ട് ഷേപ്പായി കഴിഞ്ഞു. അപ്പം നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോസ് അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പ്ലേ ചെയ്ത് നോക്കാം. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി എടുത്തു. ഇനി അടുത്ത് നമുക്ക് ഔട്ട് ആനിമേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിത് ചെയ്യേണ്ടത് ഇനി ഔട്ട് ആനിമേഷനാണ്. ഔട്ട് ആനിമേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കറക്റ്റ് ആ ഫോട്ടോ പോകുന്നതിന് മുമ്പുള്ള അവിടെ വെക്കുക. അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നിട്ട് നമുക്ക് ഓരോ സംഭവങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വെച്ച് നോക്കുക. ഏതാണ് കറക്റ്റ് വരുന്നത്, ഏതാണ് കറക്റ്റൊക്കെ വരുന്നത് നമുക്ക് ചെയ്ത് നോക്കാം.
നമ്മളത് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിനി അത് പ്ലേ ചെയ്ത് നോക്കാവേ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത കിടക്കാഴ്ച വീഡിയോ കാണാം. ബൈ. അതെ, ഒരു സെക്കൻഡ്. ആൽബി വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.